ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യന് താപത്തെ കൂടുതൽ ആഗിരണം ചെയ്യുന്ന നിറമേത്? താപത്തെ കൂടുതൽ ആഗിരണം ചെയ്യുന്ന വലിച്ചെടുക്കുന്ന നിറമേത്? കളർ ദാറ്റ് അബ്സോർബ് മോർ ഹീറ്റ്. വൈറ്റ്, റെഡ്, ബ്ലാക്ക്, യെല്ലോ. ഉത്തരം സി ആണ്, കറുപ്പാണ്. താപത്തെ കൂടുതൽ വലിച്ചെടുക്കുന്ന നിറം ഏതാണ്? കറുപ്പാണ്. മൂന്നാമത്തെ ചോദ്യം, ശൂന്യതയിലൂടെ താപം പ്രസരിക്കുന്ന രീതി ഏതാണ്? അതായത് മോഡ് ഹീറ്റ് ഓഫ് കണ്ടക്ഷൻ ത്രൂ വാക്വം. വാക്വത്തിലൂടെ, അതായത് എങ്ങനെ? സ്ക്രീൻ കാണില്ലേ? ഓക്കെ ഓക്കെ, റൊട്ടേറ്റ് ചെയ്യാം. സ്ക്രീന് വലുതാവില്ല, അത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ ക്ലിയർ ഉണ്ടല്ലോ? സാധാ പോലെ തന്നെ അല്ലേ? ഓക്കെ, അതിന് നോട്ട് ചെയ്യാൻ വിട്ടല്ലോ കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാ മതി കേട്ടോ. ഞാൻ നോട്ട് വിട്ടല്ലോ കേട്ടോ. മോഡ് ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ വാക്വം, ശൂന്യതയിലൂടെ താപം പ്രസരിക്കുന്ന രീതിയാണ്. അതായത് ഒന്നുമില്ലാതെ അല്ലെ താപം പ്രസരിക്കുന്ന രീതി കൺവെക്ഷൻ ആണോ, റേഡിയേഷൻ ആണോ, കണ്ടക്ഷൻ ആണോ, അല്ലെങ്കിൽ മുഴുവനും ആണോ, സംവഹനം ആണോ, വികിരണമാണോ, ചാലനം ആണോ, അതോ അവയെല്ലാം ആണോ? ഉത്തരം താപത്തെ കൂടുതൽ ആഗിരണം കറുപ്പ്, സി, കറുപ്പ്. ശൂന്യതയിലൂടെ താപം പ്രസരിക്കുന്ന രീതി സംവഹനമാണോ, വികിരണമാണോ, ചാലനമാണോ, അതോ എല്ലാമാണോ? ഉത്തരം വികിരണമാണ് അല്ലെ, നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അതായത് ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെ, ഒരു മാധ്യമത്തിന്റെയും ആവശ്യമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത് പഠിച്ചിരുന്നു, റേഡിയേഷൻ. ഓക്കെ, അപ്പൊ ഉത്തരം റേഡിയേഷൻ ആണ്, വികിരണമാണ്. നാലാമത്തെ ചോദ്യം, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, അതായത് വെള്ളം തിളക്കുന്ന ഊഷ്മാവ് അല്ലെ, വെള്ളം തിളക്കുന്ന ഊഷ്മാവ് എത്ര ഡിഗ്രിയാണ്? എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്? 50 ഡിഗ്രി സെൽഷ്യസ് ആണോ, 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ, 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ, 0 ഡിഗ്രി സെൽഷ്യസ് ആണോ? മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, താപത്തെ അളക്കണ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റോ ആയിരിക്കും എന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റോ എന്ന അളവിലായിരിക്കും താപം അളക്കുക എന്നുള്ളത്. അപ്പോൾ ജലം തിളക്കുന്ന ഊഷ്മാവ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതായത് സെൽഷ്യസിൽ പറയുകയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി ചൂടാ മാത്രമാണ് ഒരു ജലം തിളക്കണത്. 100 ഡിഗ്രി ചൂടാകുമ്പോഴാണ്, 212 ഡിഗ്രി ഫാരൻഹീറ്റില് ചൂടാകുമ്പോഴാണ് ജലം തിളക്കണത്. ഓക്കെ, അപ്പൊ ജലത്തിന്റെ ബോയിലിംഗ് പോയിന്റ് പറയാം കേട്ടോ. ജലത്തിന്റെ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനില എന്ന് പറയും, വെള്ളത്തില് തിളനില, ബോയിലിംഗ് പോയിന്റ്. അപ്പൊ ജലത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയെന്ന് ചോദിച്ചാല് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 100 ഡിഗ്രി ആണ്. 100 ഡിഗ്രി ചൂടാകുമ്പോഴാണ് ഒരു വെള്ളം തിളക്കണത്. ഓക്കെ, ആ പോയിന്റ് പറയുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ്. എങ്ങനെ? മൂന്നാമത്തെ ഉത്തരം എന്ന് പറയോ? മൂന്നാമത്തത് റേഡിയേഷൻ. നാലാമത്തത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ്, അതായത് വെള്ളം തിളക്കാനുള്ള ആ പോയിന്റ്, അതിനാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാ. അത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഫാരൻഹീറ്റിൽ പറയുമ്പോൾ 212 ഡിഗ്രി ആണ്, സെൽഷ്യസിൽ പറയുമ്പോൾ അത് 100 ഡിഗ്രി ആണ് കേട്ടോ. ഇനി നോക്കാം, യൂണിറ്റ് ഫോർ മെഷറിംഗ് ഹീറ്റ്, താപം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? താപം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? എല്ലാം പോയി. കലോറി അല്ലെങ്കിൽ ജൂൾ എന്ന് പറയാം. താപം അളക്കുന്ന യൂണിറ്റ് കലോറി അല്ലെങ്കിൽ ജൂൾ എന്ന് പറയാം. ഓക്കെ, ഒരു താപം അളക്കുന്നതിനുള്ള യൂണിറ്റ് കലോറി. ഉത്തരം ഡി ആണ്, കലോറി അല്ലെങ്കിൽ ജൂള്. നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ ഉത്തരം മാത്രം എഴുതിയെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ആൻസർ കീ വിട്ടുവരുമ്പോൾ ഉത്തരം മാത്രം എഴുതിയെടുത്താൽ മതി. ഓക്കെ, ഓക്കെ ആണോ? ഇനി ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷും കാണിക്കോ? ഇംഗ്ലീഷ് കാണിക്കണ്ടല്ലോ. കലോറി ഈസ്, കലോറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആറാമത്തെ ചോദ്യം, ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്രയാണ്?
സാർ അഞ്ചാമത്തെ കുട്ടിയിലൊക്കെ പോയിട്ട് കറങ്ങി അഞ്ചാമത്തത് ഉത്തരം ഡി, എ ആൻഡ് ബി. കലോറീസും ജൂളിലും പറയും കേട്ടോ. ഹീറ്റ് കലോറിയിലും പറയും, ജൂളിലും പറയും. ഓക്കെ, ഇനി നോക്കാം. കലോറീസ്, ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.2 ജൂളാണോ, 3.2 ജൂളാണോ, 4.2 ജൂളാണോ? നൺ ഓഫ് ദീസ്. 4.2 ജൂളാണ്. ഒരു കലോറി എന്ന് പറയണത് 4.2 ജൂളാണ്. ഒരു കലോറി എന്ന് പറയണത് 4.2 ജൂൾ. നോക്കാം. 5 പറഞ്ഞല്ലോ. യൂണിറ്റ് ഓഫ് മെഷറിംഗ് ഹീറ്റ് ഡി, എ ആൻഡ് ബി. കലോറീസ്, ജൂൾസ്. കലോറിയിലും പറയും, ജൂളിലും പറയും. ഉത്തരം ഡി ആണ്, എയും ബിയും. ആറാമത്തത് 4.2 ജൂൾ ആണ്. ഏഴാമത്തത് ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ഫാരൻഹീറ്റിലാണ്. ഫാരൻഹീറ്റിലാണ്. കലോറി എന്ന് പറഞ്ഞ 4.2 ജൂള്. കലോറി എന്ന് പറഞ്ഞാല് അതിന്റെ യൂണിറ്റ്, ഹീറ്റിന്റെ യൂണിറ്റ് കേട്ടോ. ഓക്കെ, ഇത് നോക്കാം. മനുഷ്യ ശരീരത്തിന്റെ താപനില ഫാരൻഹീറ്റ് സ്കെയിൽ എത്രയാണ്? നമ്മള് താപം പഠിച്ചത് മനുഷ്യ ശരീരത്തിലെ താപനില എത്രയായിരുന്നു എന്നാ പഠിച്ചിരുന്നത്? ഓർമ്മ ഉണ്ടോ? സെൽഷ്യസിൽ എത്ര പഠിച്ചിരുന്നത്? എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെ? ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ താപനില എന്ന് പറയുന്നത് സെൽഷ്യസിലാണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ ഫാരൻഹീറ്റിലാണെങ്കിൽ അത് എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് സ്കെയിൽ. ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ഫാരൻഹീറ്റ് സ്കെയില് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യന് ചോദിക്കുക, ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് സ്കെയിൽ അല്ല ഇൻ സെൽഷ്യസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 98.6 സെൽഷ്യസ് ആണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്റ് ആണെങ്കിൽ 98.6 ഡിഗ്രി. ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. രണ്ടും ഏതെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, ഓപ്ഷൻസിൽ ഏതാ നോക്കുക. ഓക്കെ, ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നേ തരുള്ളൂ. അത് തെറ്റിക്കാതെ എഴുതേണ്ടത് 37 ഡിഗ്രി ഫാരൻഹീറ്റ് എഴുതാൻ പാടില്ല. 37 ഡിഗ്രി സെൽഷ്യസ്, 98.6 ഡിഗ്രി സെൽഷ്യസ് എഴുതാൻ പാടില്ല. ഫാരൻഹീറ്റ് രണ്ടും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, apparatus utilizing the principle that liquids expand when heated. അതായത് ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുന്നു എന്ന തത്വം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? അല്ലെ, നമ്മൾ പഠിച്ചിരുന്നു. ദ്രാവകങ്ങൾ ചൂടാകുമ്പോൾ വികസിക്കാണ് ചെയ്യുക. ചൂടാക്കുമ്പോൾ ദ്രാവകങ്ങളാണെങ്കിലും വാതകങ്ങളാണെങ്കിലും ഖരമാണെങ്കിലും ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുക? വികസിക്കാണ് ചെയ്യുക അല്ലെ. അപ്പൊ യൂട്ടിലൈസിംഗ് പ്രിൻസിപ്പിൾ ലിക്വിഡ് എക്സ്പാൻഡ് വെൻ ഹീറ്റഡ്. അങ്ങനെയല്ലേ? ലിക്വിഡ്സ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും സോളിഡ് ആണെങ്കിലും എക്സ്പാൻഡ് വെൻ ഹീറ്റഡ്, ചൂടാകുമ്പോ വികസിക്കാണ് ചെയ്യുക അല്ലെ. ഇത് പ്രയോജനപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? എ സ്റ്റെതസ്കോപ്പ് ആണോ? 2 സിൻമാനോമീറ്റർ ആണോ? സി വാട്ടർ മീറ്റർ ആണോ? ഡി തെർമോമീറ്റർ ആണോ? ആരാണ് മ്യൂട്ട് ചെയ്യാത്ത സംസാരിക്കണാരാ? എന്ത് സംശയം? എന്താ സംശയം ചോദിക്കൂ. ആൻസർ എന്തേനു? എന്ത് ഇന്നലത്തെ ക്വസ്റ്റ്യനിലെ ഇന്നലത്തെ എക്സാമിലെ 26 ക്വസ്റ്റ്യൻ ആൻസർ എന്തേനു? ചോദ്യം എന്തേനു? ചോദ്യം എന്തേനു? ഏതിന്റെ ഉത്തരം? സാറേ അതിന്റെ ഉത്തരം പറഞ്ഞേ. ഏതിന്റെ ഉത്തരം? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. സാറേ 3ന്റെ ഉത്തരം റേഡിയേഷൻ അല്ലേ? യെസ്. ഇന്നലത്തെ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് വാട്സപ്പ് ചോദിക്കട്ടോ. ഇന്നലത്തെ ചോദ്യം വാട്സപ്പ് ചോദിക്കട്ടോ. സാറേ ആ ഇന്നലത്തെ അത് വാട്സപ്പിൽ ചോദിക്കട്ടോ. ഓക്കെ ഓക്കെ.
എക്സ്പാൻഡ് വെൻ ഹീറ്റഡ്, ചൂടാകുമ്പോ ദ്രാവകം ചൂടാക്കുമ്പോൾ വികസിക്കുന്നു. ഈ തത്വം പ്രയോജനപ്പെടുത്തിയ അപ്പാരറ്റസ് ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പ് ആണോ, സിൻമാനോമീറ്റർ ആണോ, വാട്ടർ മീറ്റർ ആണോ, തെർമോമീറ്റർ ആണോ? ഉത്തരം തെർമോമീറ്റർ ആണ് കേട്ടോ, തെർമോമീറ്റർ ആണ്. മലയാളം. അതായത് ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുന്നു എന്ന തത്വം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? അത് തെർമോമീറ്റർ ആണ്. ഉത്തരം ഡി, തെർമോമീറ്റർ ആണ്. ഇനി 9ാമത്തെ ചോദ്യം, താപീയ വികാസം എന്തുകൊണ്ടാണ്? 9ാമത്തെ ചോദ്യം, താപീയ വികാസം എന്തുകൊണ്ടാണ്? അതായത് വൈ തെർമൽ എക്സ്പാൻഷൻ, താപീയ വികാസം എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് താപം തട്ടുമ്പോ ഒരു വസ്തു വികസിക്കാൻ? നമ്മൾ പഠിച്ചു അല്ലെ? ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും ദ്രാവകമാണെങ്കിലും ഏതാണെങ്കിലും എന്താണ്? ലിക്വിഡ്, ഗ്യാസ്, സോളിഡ് അല്ലെ? ദ്രാവകം, വാതകം, ഖരം ഏതാണെങ്കിലും ഹീറ്റ് ആയ എന്താകും? അത് വികസിക്കുന്നു പഠിച്ചു, എക്സ്പാൻഡ് ചെയ്യുന്നു പഠിച്ചു അല്ലെ? അത് എന്തുകൊണ്ടാണ്? 1ാമത്തെ ഉത്തരം, മോളിക്യൂൾസ് ബിക്കം ലാർജർ, മോളിക്യൂൾസ് വലുതാവുകയാണ്. 2ാമത്തത്, മോളിക്യൂൾസ് അട്രാക്ട് അല്ലെ? തന്മാത്രകൾ എന്താണ്? ആകർഷിക്കാണ്. 3ാമത്തത്, മോളിക്യൂൾസ് ഡിസോസിയേറ്റ്, അതായത് തന്മാത്രകൾ വിഘടിക്കുകയാണ്, അതായത് ഇങ്ങനെ വേർതിരിഞ്ഞു പോവുകയാണ്. 4ാമത്തെ ഉത്തരം, തന്മാത്രകൾ തമ്മിലുള്ള അകലം കൂടുകയാണ്, അതായത് മോളിക്യൂൾസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഇൻക്രീസസ്, തന്മാത്രകൾ തമ്മിലുള്ള അകലം കൂടുകയാണ്. ഉത്തരം ഏതാണ്? ഡി ആണ് അല്ലെ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഇൻക്രീസസ്. താപം കൂടുമ്പോ ഖരങ്ങളിലാണെങ്കിലും അല്ലെ, ഖരം ചൂടാക്കുമ്പോൾ എന്തായിട്ട് മാറും? അത് ദ്രാവകമായിട്ട് മാറും. അതെന്തുകൊണ്ടാ? അവിടെ മോളിക്യൂൾസ് എന്താവാ ചെയ്യണത്? മോളിക്യൂൾസ് തമ്മിലുള്ള അകലം കൂടാണ് ചെയ്യണത് അല്ലെ? നിങ്ങൾക്ക് ഖരങ്ങളിലെ മോളിക്യൂൾസ് തന്മാത്രകള്, ഖരങ്ങളിലെ സോളിഡ്സിലെ തന്മാത്രകൾ വളരെ അടുത്തായിരിക്കും സ്ഥിതി ചെയ്യുക അല്ലെ? ഇതിനെ ചൂടാക്കുമ്പോ തന്മാത്രകൾ ഇങ്ങനെ അകന്നകന്ന് പോകുമ്പോ തന്മാത്ര അകലം കൂടുമ്പോ ഖരം എന്തായിട്ട് മാറും? എന്തായിട്ട് മാറും? ലിക്വിഡ് ആയിട്ട് മാറും. ലിക്വിഡിലെ തന്മാത്ര അകലം കൂടുമ്പോ എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും അല്ലെ? ഖരം ദ്രാവകം വാതകമായിട്ട് മാറും തന്മാത്ര അകലം കൂടുമ്പോ. അപ്പൊ ഉത്തരം അതാണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഇൻക്രീസസ്, അതായത് തന്മാത്രകൾ തമ്മിലുള്ള അകലം കൂടുമ്പോൾ താപീയ വികാസം ഉണ്ടാകുന്നു. താപീയ വികാസം ഉണ്ടാകുമ്പോ തന്മാത്രകൾ തമ്മിലുള്ള അകലം കൂടുന്നു. ഓക്കെ, സാറേ ചാറ്റ് നിർത്താൻ പറയോ? ആരെ ചാറ്റ് ചെയ്യണേ? ഓഫ് ചെയ്യാതെ. അടുത്തത്, ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നത് എവിടെയാണ്? ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതിന്റെ കനം എന്ന് പറഞ്ഞില്ലേ? ജലത്തിന് ഏറ്റവും കൂടുതൽ അതിന് പൊങ്ങി നിൽക്കാനുള്ള കഴിവ് അല്ലെ? ആ കഴിവ് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്? 100 ഡിഗ്രി സെൽഷ്യസിലാണോ, 0 ഡിഗ്രി സെൽഷ്യസിലാണോ, 4 ഡിഗ്രി സെൽഷ്യസിലാണോ, 10 ഡിഗ്രി സെൽഷ്യസിലാണോ? സാറേ 10ാമത്തെ ചാറ്റ് ചോദ്യം ഒന്ന് നിർത്താൻ പറയാം. പറയോ? ഇത് ആരെ കാണുന്നില്ല. ചാറ്റ് ചെയ്യണേ? ഓഫ് ചെയ്തേ. അപ്പൊ റിമൂവ് ചെയ്യും ഞാന്. വാട്ടർ ഫീൽസ് ദ മോസ്റ്റ് ഡെൻസിറ്റി 100 ഡിഗ്രി സെൽഷ്യസിലാണോ, 0 ഡിഗ്രി സെൽഷ്യസിലാണോ, 4 ഡിഗ്രി സെൽഷ്യസിലാണോ, 10 ഡിഗ്രി സെൽഷ്യസിലാണോ വാട്ടറിന് കൂടുതൽ ഡെൻസിറ്റി ഉണ്ടാവുക? ഡെൻസിറ്റി മീൻസ് സാന്ദ്രത അല്ലേ? സാന്ദ്രത, ഡെൻസിറ്റി മീൻസ് സാന്ദ്രത. ഏറ്റവും കൂടുതൽ സാന്ദ്രത എന്തിലാണ് ഉണ്ടാവുക? അതിലാണ് 0 ഡിഗ്രി. ഉത്തരം അല്ല, ഉത്തരം സി ആണ്. 4 ഡിഗ്രി സെൽഷ്യസിലാണ്. എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഉത്തരം സി ആണ്, 4 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളത്തിന് കൂടുതൽ സാന്ദ്രത ഉണ്ടാവുക. അടുത്തത്, മെത്തേഡ് ഓഫ് ട്രാൻസ്ഫറിങ് ഹീറ്റ് ടു ദ നെക്സ്റ്റ് കൂൾ ബൈ വൈബ്രേറ്റ് ഫ്രം. ചാറ്റ് ചെയ്യണേ. മെത്തേഡ് ഓഫ് ട്രാൻസ്ഫറിങ് ഹീറ്റ് മോളിക്യൂൾ ബൈ വൈബ്രേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. 10ാമത്തെ ഉത്തരം 4 ഡിഗ്രി സെൽഷ്യസ്. സി, ഓപ്ഷൻ സി, 4 ഡിഗ്രി സെൽഷ്യസ്. Method of transferring heat to the next molecule by vibrating from its original position. അതായത് സ്വന്തം സ്ഥാനത്ത് നിന്ന് സ്ഥാനത്ത് നിന്നുകൊണ്ട്
അടുത്ത തന്മാത്രക്ക് താപം കൈമാറുന്ന രീതി ഏതാണ്? ചാലനാണോ, സംവഹനാണോ, വികിരണമാണോ, ബാഷ്പീകരണമാണോ എന്ന്. 11ാമത്തെ ഉത്തരം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എ ആണ് ഉത്തരം അല്ലെ, ചാലനമാണ് ഉത്തരം. കാരണം എന്താ, ചാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്മാത്രകൾ ചൂടായി അടുത്ത തന്മാത്രകളിലേക്ക് താപം കൈമാറ്റം ചെയ്യാണ് ചെയ്യണത് അല്ലെ. അപ്പോ സ്വന്തം സ്ഥാനത്ത് നിന്ന് തന്നെ മറ്റു തന്മാത്രക്ക് താപം കൈമാറുന്ന രീതി അത് ചാലനമാണ്, അതായത് കണ്ടക്ഷൻ ആണ്. കണ്ടക്ഷൻ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫറിങ് ഹീറ്റ് ടു ദ നെക്സ്റ്റ് മോളിക്യൂൾ ബൈ വൈബ്രേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ഒറിജിനൽ പൊസിഷനിൽ നിന്നുകൊണ്ട് അടുത്ത തന്മാത്രക്ക് താപം കൈമാറുന്ന രീതിയാണ് കണ്ടക്ഷൻ ആണ്. കണ്ടക്ഷൻ അതായത് ചാലനം, മലയാളത്തിൽ ചാലനം എന്ന് പറയാം. ഓപ്ഷൻ എ ആണ് ഉത്തരം ട്ടോ. അടുത്തത് ദേ ആർ ട്രാൻസ്ഫറിങ് ഓഫ് ഹീറ്റ്. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണ ഏതാണ്? ഗുഡ് കണ്ടക്ട്, അതായത് 12ാമത്തെ ക്വസ്റ്റ്യന് താപത്തെ നന്നായി കടത്തിവിടുന്ന വസ്തുക്കൾ ഏതാണ്? സുജാലകാണോ, കുജാലകാണോ, ഇവ രണ്ടും ആണോ, രണ്ടും അല്ല? ഉത്തരം എല്ലാവർക്കും ഒരെണ്ണാണ്. ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്, അതായത് സുജാലകം. ദേ ആർ ട്രാൻസ്ഫറിങ് ഓഫ് ഇറ്റ് ഗുഡ് കണ്ടക്ടേഴ്സ്. സുജാലകം. താപം നന്നായി കടത്തിവിടുന്നവയെ ഗുഡ് കണ്ടക്ടേഴ്സ് എന്നും താപം നന്നായി കടത്തിവിടാത്തവയെ പുവർ കണ്ടക്ടേഴ്സ് എന്നും പറയുന്നു. പഠിച്ചാണ്. ഓക്കെ. എസ്റ്റിമേറ്റിംഗ് ദ എനർജി വാല്യൂ ഓഫ് ഫുഡ്. ഭക്ഷണത്തിലെ ഊർജ്ജ മൂല്യം കണക്കാക്കുന്നത് എന്തിലാണ് നമ്മൾ പറയുക? ഭക്ഷണത്തില് ജൂളിലാണോ, ജൂൾ പെർ സെക്കൻഡിലാണോ, കലോറിയിലാണോ, കിലോഗ്രാമിലാണോ നമ്മള് ഭക്ഷണത്തിന്റെ എനർജി പറയാ? അല്ല, ഭക്ഷണത്തിലെ എനർജി പറയാ കലോറിയിലാണ് അല്ലെ. നമ്മൾ പറയാം ചോറ് കഴിച്ചാൽ എത്ര കലോറി ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ മാംസം കഴിച്ചാൽ എത്ര കലോറി ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയും. അപ്പോ ഭക്ഷണത്തിലെ എനർജി കണക്കാക്കുന്നത് എന്താണ്? കലോറിയിലാണ്. ഭക്ഷണത്തിലെ എനർജി കണക്കാക്കുന്നത് കലോറീസ് ആണ്. ആരെ സ്റ്റാർട്ട് ചെയ്യണം? ഞാൻ ഇപ്പൊ റിമൂവ് ചെയ്യും അയാളെ. ഓക്കെ, നോക്കാം. അതായത് ദ്രാവകത്തിലും വാതകത്തിലും താപ കൈമാറ്റം നടക്കുന്നത് ഏത് വഴിയാണ്? ചാലനം വഴിയാണോ, വികിരണം വഴിയാണോ, ആഗിരണം വഴിയാണോ, സംവഹനം വഴിയാണോ? കണ്ടക്ഷൻ, റേഡിയേഷൻ, അബ്സോർപ്ഷൻ, കൺവെക്ഷൻ. 15ൽ ഉത്തരം എ ആണ്, കണ്ടക്ഷൻ ആണ്. കണ്ടക്ഷൻ ആണ്. വാതകങ്ങളിലും അതുപോലെ ദ്രാവകങ്ങളിലും താപ കൈമാറ്റം നടക്കുന്നത് എന്താണ്? ചാലനം വഴിയാണ്. ഇംഗ്ലീഷ് ഒന്നും കൂടി കാണിക്കാം. ക്ലിയർ ആവണില്ല. ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ഇൻ ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അവിടെ റേഞ്ചില്ലാത്ത പ്രശ്നമാവും കേട്ടോ. അവിടെ കണ്ടക്ഷൻ, റേഡിയേഷൻ, അബ്സോർപ്ഷൻ, ക്ലിയർ കൺവെക്ഷൻ. ആവണില്ല. എന്ത് വോയിസ് ആണോ? റേഞ്ചിലോട്ട് നിക്ക്. 14ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. 14ാമത്തെ ആൻസർ ആണ് ഉത്തരം എ, കണ്ടക്ഷൻ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ലിക്വിഡിലും അതുപോലെ ഗ്യാസിലും താപ കൈമാറ്റം നടക്കണം എന്തിലൂടെയാണ്? ചാലനം വഴിയാണ്, കണ്ടക്ഷൻ വഴിയാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. എത്ര? 17 എത്തിയിട്ടില്ലല്ലോ. നമ്മൾ 14 എത്തിയിട്ടുള്ളൂ. അടുത്തത് 15. റേഡിയേഷനിൽ താപോർജം സഞ്ചരിക്കുന്ന പാത ഏതാണ്? റേഡിയേഷനിൽ താപോർജം സഞ്ചരിക്കുന്ന പാത ഏതാണ്? റേഡിയേഷനിൽ താപോർജം സഞ്ചരിക്കുന്ന പാത ഏതാണ്? റേഡിയേഷനിൽ താപോർജം സഞ്ചരിക്കുന്ന പാത ഇംഗ്ലീഷ് അതിലില്ല കേട്ടോ. നോക്കുക, റേഡിയേഷനിൽ താപോർജം സഞ്ചരിക്കുന്ന പാത നേർരേഖയിൽ ബി വളഞ്ഞു സഞ്ചരിക്കുന്നു. വൃത്താകൃതിയില് വൃത്താകൃതിയില് ഇതിലെ ഏതിലാണ് റേഡിയേഷനിൽ താപോർജം സഞ്ചരിക്കുന്ന പാത ഏതാണ്? 15 എ ആണ് ഉത്തരം. നേർരേഖയിലാണ്. അപ്പൊ നോക്കുക, അതായത് താപോർജം സഞ്ചരിക്കുന്ന പാത ഏതാണ് റേഡിയേഷനിൽ? നേർരേഖയിലൂടെയാണ് കേട്ടോ. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഒരു മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം സഞ്ചരിക്കുന്ന രീതിയാണ് റേഡിയേഷൻ അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റേഡിയേഷൻ, വികിരണം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ നേർരേഖയിലാണ്, സ്ട്രൈറ്റ് ലൈൻ കേട്ടോ. സ്ട്രൈറ്റ് ലൈനിലൂടെയാണ് സഞ്ചരിക്കുന്നത്. റേഡിയേഷനിൽ താപം സഞ്ചരിക്കുന്നത്
ട്രാൻസ്ഫറിങ് ഓഫ് ഹീറ്റ് ഇൻ റേഡിയേഷൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ. ട്രാൻസ്ഫറിങ് ഓഫ് ഹീറ്റ് ഇൻ റേഡിയേഷൻ. ഉത്തരം എ സ്ട്രൈറ്റ് ലൈൻ. ഉത്തരം എ ആണ് സ്ട്രൈറ്റ് ലൈൻ കേട്ടോ. ഉത്തരം എ സ്ട്രൈറ്റ് ലൈൻ. സാറ് ഇംഗ്ലീഷ് ഒന്ന് കാണിക്കോ? ഇംഗ്ലീഷ് അതിലില്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. റേഡിയേഷൻ ഹീറ്റ് എനർജി. സാറേ 12ന്റെ ഉത്തരം. 12 താപം നന്നായി കടത്തിവിടുന്ന ഏതാ? സുജാലകം, അതായത് കണ്ടക്ഷൻ. ഗുഡ് കണ്ടക്ടേഴ്സ്. പറഞ്ഞിട്ടൊന്നും കൂടി. നിങ്ങൾ ഒപ്പം എത്തണം കേട്ടോ. നിങ്ങൾ ബാക്കിലാവരുത്. ഒപ്പം എത്തണം, എന്നാലേ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിയാൻ പറ്റുള്ളൂ കേട്ടോ. ഒപ്പം എത്തണം. ഓക്കെ, ബാക്കി മ്യൂട്ട് ചെയ്യേ. ഇനി പറയണ കേട്ടാ മതി കേട്ടോ. റേഡിയേഷന് താപോർജ്ജം സഞ്ചരിക്കുന്ന പാത നേർരേഖയിലാണ്. ഹീറ്റ് എനർജി ഇൻ റേഡിയേഷൻ. ഹീറ്റ് എനർജി ഇൻ റേഡിയേഷൻ. റേഡിയേഷനിലുള്ള ഹീറ്റ് എനർജി. ഉത്തരം എ സ്ട്രൈറ്റ് ലൈനിലാണ് കേട്ടോ. 16ാമത്തെ ചോദ്യം. ജലം നീരാവിയാകുന്ന പ്രവർത്തനം ഏതാണ്? ദ്രവീകരണമാണോ, ബാഷ്പീകരണമാണോ, സേദനമാണോ, ഘനീഭവിക്കലാണോ? 16ാമത്തെ ക്വസ്റ്റ്യൻ. The process of water becoming vapor. വാട്ടർ നീരാവിയാകുന്നത്. ഉത്തരം ബി ആണ് ഇവാപറേഷൻ. ഉത്തരം ബി ഇവാപറേഷൻ, ബാഷ്പീകരണം. 16ാമത്തെ ഉത്തരം ഇവാപറേഷൻ, ബാഷ്പീകരണമാണ്. ബാഷ്പീകരണം. 16 ജലം നീരാവിയാകുന്ന പ്രവർത്തനം. പ്രോസസ് ഓഫ് വാട്ടർ ബിക്കമിങ് വേപ്പർ. ഉത്തരം ബി ആണ് ഇവാപറേഷൻ, അതായത് ബാഷ്പീകരണം. റേഡിയേഷൻ അല്ലേ? നോക്കാം. 17 ഒക്യുറൻസ് ഓഫ് ലാൻഡ് ബ്രീസ്. കരക്കാറ്റിന്റെ എന്താണ്? എക്സാമിലെ 6th ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരുന്നു? അത് സംശയം ചോദിക്കട്ടോ. 6th ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യക്ക് വിട്ടണം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ഒക്യുറൻസ് ഓഫ് ലാൻഡ് ബ്രീസ്, അതായത് കരക്കാറ്റിന്റെ കാരണം. കരക്കാറ്റിന്റെ സമയം എപ്പോഴാണ് കരക്കാറ്റ് ഉണ്ടാവുക? ഡ്യൂറിങ് സമ്മർ സീസണിലാണോ, റെയിനി സീസണിലാണോ, നൈറ്റ് ആണോ, ഡേ ആണോ? നൈറ്റിലാണ് കരക്കാരുണ്ടാവുക. എന്നാ ചോദിച്ച ചോദ്യമാണല്ലേ. നൈറ്റിലാണ് രാത്രിയാണ് കരക്കാരുണ്ടാവുക. കരക്കാരുണ്ടാവുന്ന എപ്പോഴാണ്? നൈറ്റിലാണ്, രാത്രി ഉണ്ടാവുക. അടുത്തത് മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എ മീഡിയം. ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ലാതെ താപം കൈമാറ്റം ചെയ്യുന്ന രീതി. കണ്ടക്ഷൻ, റേഡിയേഷൻ, കൺവെക്ഷൻ, ഇവാപറേഷൻ. നിങ്ങൾ ഉത്തരം പറയട്ടോ. റേഡിയേഷൻ ആണ് ഉത്തരം അല്ലെ. ഒരു മാധ്യമത്തിന് സഹായം ഇല്ലാതെ ഉണ്ടാകുന്ന താപ കൈമാറ്റമാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഈ 18ാമത്തെ ക്വസ്റ്റ്യൻ കാണില്ല, ഒന്ന് നീക്കോ? 17ാമത്തെ ഉത്തരം. 17ാമത്തെ ഉത്തരം എപ്പോഴാണ് കരക്കാരുണ്ടാവുക? നമ്മൾ പഠിച്ചതല്ലേ. എപ്പോഴാണ്? നൈറ്റ്. ഓപ്ഷൻ സി നൈറ്റ്. 18ാമത്തെ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എ മീഡിയം. ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന താപം കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ റേഡിയേഷൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ. ജൂൾ പെർ സെക്കൻഡ് ഈസ് നോൺ ആസ്. ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്തിനാണ്? ഉത്തരം വാട്ടാണ്. വാട്ട് എന്ന് പറയുന്നതാണ് ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയാം കേട്ടോ. ജൂൾ പെർ സെക്കൻഡ് വേറെ പേര് കൂടി പറയാം, വാട്ട് എന്ന് കൂടി പറയാം കേട്ടോ. വാട്ട്, WATT. വാട്ട് എന്ത് അതല്ല കേട്ടോ, ഇത് വാട്ട്, ഇത് യൂണിറ്റ് ആണ്. ജൂൾ പെർ സെക്കൻഡ് പറയുന്ന മറ്റൊരു പേരാണ് വാട്ട് എന്ന് പറയുന്നത് കേട്ടോ. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വസ്തുക്കളിൽ താപ കൈമാറ്റം നടക്കുന്നത് ചെറുതിൽ നിന്നും വലുതിലേക്കാണോ, വലുതിൽ നിന്നും ചെറുതിലേക്കാണോ, ചൂടുള്ളതിൽ നിന്നും തണുത്തതിലേക്കാണോ, തണുത്തതിൽ നിന്നും ചൂടുള്ളതിലേക്കാണോ? ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ഇൻ ഒബ്ജക്റ്റ് ഫ്രം സ്മാൾ ടു ലാർജ് ആണോ? ചെറുതിൽ നിന്ന് വലുത്. താപ കൈമാറ്റം നടക്കുന്നത് ചെറുതിൽ നിന്ന് വലുതിലേക്കാണോ, ഫ്രം ലാർജർ ടു സ്മാളർ വലുതിൽ നിന്ന് ചെറുതിലേക്കാണോ, ഫ്രം ഹോട്ട് ടു കോൾഡ് ചൂടുള്ളതിൽ നിന്ന് തണുത്തതിലേക്കാണോ, ഫ്രം കോൾഡ് ടു ഹോട്ട് തണുത്തതിൽ നിന്നും ചൂടുള്ളതിലേക്കാണോ? ഉത്തരം സി ആണ്, ചൂടുള്ളതിൽ നിന്നും തണുത്തതിലേക്ക്. നമുക്കറിയാം ചൂടുള്ള സ്ഥലത്ത് നിന്ന് തണുത്ത സ്ഥലത്തേക്കാണ് കാറ്റും ഹീറ്റും ഒക്കെ സഞ്ചരിക്കുക. ഓക്കെ, ഫ്രം ഹോട്ട് ടു കോൾഡ് അല്ലെ, ചൂട് ഉള്ള ഭാഗത്ത് നിന്ന് തണുത്ത ഭാഗത്തേക്കാണ് ഹീറ്റ് സഞ്ചരിക്കുക. സി ആണ് കേട്ടോ. ഫോർ ദ ഹീറ്റ് ഓഫ് ദ സൺ ടു റീച്ച് ദ എർത്ത്. 21ാമത്തെ ക്വസ്റ്റ്യന്. സൂര്യതാപം. രണ്ടും പറയണ്ട ഞാനേ.
വസ്തുക്കളിൽ താപ കൈമാറ്റം നടക്കുന്ന ഉത്തരം സി ആണ്. ചൂടുള്ളതിൽ നിന്നും തണുത്തതിലേക്കാണ്. 21ാമത്തെ ക്വസ്റ്റ്യന് സൂര്യതാപം ഭൂമിയിൽ എത്തുന്നത് എങ്ങനെയാണ്? സംവഹനം വഴിയാണോ, വികിരണം വഴിയാണോ, ചാലനം വഴിയാണോ? ഇതൊന്നുമല്ല. ഫോർ ദ ഹീറ്റ് ഓഫ് ദ സൺ ടു റീച്ച് ദ എർത്ത്, ഭൂമിയിലേക്ക് മ്യൂട്ട് ചെയ്യാത്ത കണ്ടക്ഷൻ, റേഡിയേഷൻ. ഭൂമിയിലേക്ക് സൂര്യന്റെ താപം എത്തുന്നത് എന്താണ്? ഒരു മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെയാണ് അല്ലെ? അതുകൊണ്ട് റേഡിയേഷൻ ആണ്, വികിരണമാണ്. വികിരണം, റേഡിയേഷൻ. ഒരു മാധ്യമത്തിന്റെയും സഹായം ഇല്ലാതെയാണ് ഭൂമിയിലേക്ക് സൂര്യന്റെ ചൂടെത്തുന്നത്. അതുകൊണ്ടത് റേഡിയേഷൻ ആണ്. 22 മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മോഡ് ഏതാണ്? അതായത് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ, ചാലനം, സംവഹനം, വികിരണം, ഇവ മൂന്നും. ഉത്തരം ഏതാ? താപം കൈമാറ്റം ചെയ്യുന്ന രീതി. കണ്ടക്ഷൻ താപം കൈമാറ്റം ചെയ്യുന്ന രീതിയല്ലേ? കൺവെക്ഷൻ താപം കൈമാറ്റം ചെയ്യുന്ന രീതിയല്ലേ? റേഡിയേഷൻ താപം കൈമാറ്റം ചെയ്യുന്ന രീതിയല്ലേ? അതുകൊണ്ട് ഉത്തരം ഡി ആണ്. ആൾ 3. ഇത് മൂന്നും എന്താണ്? താപം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ്. നമുക്കറിയാം ചാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാധ്യമത്തിലൂടെ അല്ലെ? സംവഹനം, വികിരണം ഒക്കെ പഠിച്ചാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ഇത് മൂന്നും താപം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ്. അതുകൊണ്ട് ഉത്തരം ഡി ആണ് ഇവ മൂന്നും. 23ാമത്തെ ക്വസ്റ്റ്യന് ദ റീസൺ വൈ ദ ബോട്ടം ഓഫ് ദ ബൈസൈക്കിൾ പമ്പ് ഗെറ്റ്സ് ഹോട്ട് വെൻ ദ എയർ ബ്ലോസ് ഓൺ ദ ടയർ. ശ്രദ്ധിക്കുക, നമ്മള് ടയർക്കൊക്കെ നമ്മള് സൈക്കിളിന്റെ പമ്പ് കൊണ്ട് കാറ്റടിക്കൂലേ? ടയർക്ക് കാറ്റടിക്കും, പന്തൊക്കെ കാറ്റടിക്കൂലേ? കാറ്റടിക്കുമ്പോ നമ്മളെ പമ്പിന്റെ അടിഭാഗം ചൂടായിട്ടുണ്ടാവും. എന്തായിരിക്കും കാരണം? പമ്പിന്റെ അടിഭാഗം ചൂടാനുള്ള കാരണം എന്താണ്? ഉത്തരം ഉത്തരം നോക്കാം. As the heated air from the tire enters the pump. As the heated air from the tire enters the pump. അതായത് ടയറിൽ നിന്ന് ചൂട് പിടിച്ച വായു പമ്പിലേക്ക് കാരണമുണ്ട്. ടയറിൽ നിന്ന് ചൂട് പിടിച്ച വായു പമ്പിലേക്ക് കാരണമുണ്ട്. അല്ലെങ്കിൽ രണ്ടാമത്തത് നോക്കുക, ഡ്യൂ ടു വൈൻഡ് ഫ്രിക്ഷൻ. അതായത് കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉരസൽ കാരണം. കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉരസൽ കാരണമാണ് ആ പമ്പിന്റെ അടിഭാഗം ചൂടാവുന്നത്. മൂന്നാമത്തത് സി നോക്കുക, ഡ്യൂ ടു ഇൻക്രീസ് ഇൻ എയർ പ്രഷർ. അതായത് വായു മർദ്ദം കൂടുന്നത് കൊണ്ട്. വായുവിന്റെ പ്രഷർ ഇല്ലേ? പ്രഷർ, വായുവിനെങ്ങനെ പ്രഷർ ചെയ്യല്ലേ? വായുവിന്റെ പ്രഷർ കൂടുന്നത് കൊണ്ടാണോ? ഡി അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലെ? അന്തരീക്ഷത്തിലെ താപനില കൊണ്ടാണോ ഈ പമ്പിന്റെ അടിഭാഗം ചൂടാവണത്? ഓപ്ഷൻ സി ആണ് അല്ലെ? വായുവിന്റെ മർദ്ദം കൂടുന്നത്, പ്രഷർ കൂടുന്നതുകൊണ്ടാണ് അല്ലെ? ഡ്യൂ ടു ഇൻക്രീസ് ഇൻ എയർ പ്രഷർ, വായുവിന്റെ മർദ്ദം കൂടുന്നതുകൊണ്ടാണ്. നമുക്കറിയാം വായു നമ്മളിങ്ങനെ കംപ്രസ് ചെയ്യാണ് അല്ലെ? വായുവിനെ അമർത്തുകയാണ്. അപ്പൊ അങ്ങനെ അമർത്തുമ്പോ അവിടെ വായുവിലെ മർദ്ദം പ്രയോഗിക്കുമ്പോ അവിടെ ചൂടാവാണ് ചെയ്യുന്നത്. ആ പമ്പിന്റെ അടിഭാഗം ചൂടാവാണ് ചെയ്യണത്. ഓക്കെ. 24ാമത്തെ ക്വസ്റ്റ്യന് റേസ് ഓഫ് ലൈറ്റ് ദാറ്റ് കോസ് സൺബേൺ. അതായത് സൂര്യതാപത്തിന് കാരണമാകുന്ന പ്രകാശകിരണങ്ങൾ ഏതാണ്? സി വായു മർദ്ദം കൂടുന്നത് കൊണ്ട്. 23ലെ ഉത്തരം വായുവിലെ മർദ്ദം കൂടുന്നത് കൊണ്ട്. 23ല് സി ആണ് ഉത്തരം. ഡ്യൂ ടു ഇൻക്രീസ് ഇൻ എയർ പ്രഷർ കേട്ടോ. അങ്ങനെയാണ് സൈക്കിളിന്റെ പമ്പിന്റെ അടിഭാഗം ചൂടാവണത്. 24ാമത്തെ ക്വസ്റ്റ്യന് റേസ് ഓഫ് ലൈറ്റ് ദാറ്റ് കോസ് സൺബേൺ. താപത്തിന് കാരണമാകുന്ന പ്രകാശകിരണങ്ങൾ ഏതാണ്? എക്സ്റേ ആണോ, അൾട്രാവയലറ്റ് കിരണങ്ങളാണോ, ദൃശ്യപ്രകാശാണോ, ഇൻഫ്രാറെഡ് കിരണങ്ങളാണോ? ഉത്തരം ഡി ആണ്, ഇൻഫ്രാറെഡ് റേസ്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ, ഇൻഫ്രാറെഡ് റേസ് ആണ് 24ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. സൂര്യതാപത്തിന് കാരണം, സൂര്യന്റെ ചൂടിന് കാരണം ഇൻഫ്രാറെഡ് റേസ്, ഇൻഫ്രാറെഡ് രശ്മികളാണ്. 25ാമത്തെ ക്വസ്റ്റ്യന് മർദ്ദം കൂടുമ്പോ ഒരു ദ്രാവകത്തിന്റെ അത് മ്യൂട്ട് ചെയ്യാമോ? ആരാണ് സംസാരിക്കണത്? മർദ്ദം കൂടുമ്പോ ഒരു ദ്രാവകത്തിന്റെ തിളനില കൂടുന്നു. ഈ തത്വം അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്ന തിന്നാനൊക്കെ പിന്നെ ഇത് കാശായിട്ട് തിന്നടാ, അത് ഓഫ് ചെയ്യടാ. ഈ തത്വം അടിസ്ഥാനമാക്കി
നിർമ്മിച്ചിരിക്കുന്ന പാചക ഉപകരണം ഏതാണ്? മർദ്ദം കൂടുമ്പോ ഒരു ദ്രാവകത്തിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. ഞാൻ പറയണ കേൾക്കണില്ലേ? ഞാൻ മ്യൂട്ട് ചെയ്യാൻ പറയണുണ്ട്. ഞാൻ ഇപ്പൊ റിമൂവ് ചെയ്യാനുണ്ടാവും. അല്ല, ഒരു വർത്താനം പറയുമ്പോ സാറ് പറയണൊന്നും മനസ്സിലാവണില്ല. അതന്നെയാണ് എനിക്കും ബുദ്ധിമുട്ടാണ് സംസാരിക്കുമ്പോ. അത് സംസാരിക്കാതിരിക്കുക, അല്ലെ മ്യൂട്ട് ചെയ്യാ. സാറേ പിന്നെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ചെയ്യണോ? ഒഴിവാക്കുക. ആരാണത്? 24 ക്വസ്റ്റ്യൻ ആൻസർ കാണിച്ചു തരിക. 24ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, ഓപ്ഷൻ ഡി, ഇൻഫ്രാറെഡ് റേസ്, ഇൻഫ്രാറെഡ് കിരണങ്ങൾ. 21. ഇൻഫ്രാറെഡ് കിരണങ്ങൾ. 25, മർദ്ദം കൂടുമ്പോ ഒരു ദ്രാവകത്തിന്റെ ബോയിലിംഗ് പോയിന്റ് തിളനില കൂടുന്നു. ഈ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്ന പാചക ഉപകരണം ഏതാണ്? മൈക്രോവേവ് ഓവൻ ആണോ, ഇൻഡക്ഷൻ കുക്കർ ആണോ, പ്രഷർ കുക്കർ ആണോ, തെർമൽ കുക്കർ ആണോ? ഉത്തരം 25 പ്രഷർ കുക്കർ. കുക്കറാണ്. ബോയിലിംഗ് ഓഫ് ലിക്വിഡ് ഇൻക്രീസസ് പ്രഷർ ഇൻക്രീസസ് അല്ലെ. അത് കുക്കിംഗ് ഡിവൈസ് വിത്ത് മൈക്രോവേവ് ഓവൻ ആണോ, ഇൻഡക്ഷൻ കുക്കർ ആണോ, പ്രഷർ കുക്കർ ആണോ, തെർമൽ കുക്കർ ആണോ? മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. മർദ്ദം കൂടുമ്പോ ദ്രാവകത്തിന്റെ തിളനില കൂടും അല്ലെ. നമുക്ക് കുക്കറിൽ അറിയാൻ പറ്റും, പ്രഷർ കുക്കറിൽ അറിയാൻ പറ്റും. അതിൽ അതിന് ചോദ്യത്തിന്റെ ഉത്തരം അല്ലെ. പ്രഷർ കൂടുമ്പോ ദ്രാവകത്തിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. ഉപകരണം പ്രഷർ കുക്കർ തന്നെയാണ്. അതായത് മർദ്ദം കൂട്ടാണ് ആ പ്രഷർ കുക്കറിൽ. അപ്പൊ അവിടെ ബോയിലിംഗ് പോയിന്റ് കൂടും. അങ്ങനെ വസ്തുക്കൾ വേവാം അല്ലെ. അതില് ഭക്ഷണം വേഗം വേവും. ഓക്കെ, ഞാൻ കുറെ വട്ടം പറഞ്ഞിട്ടോ. ഞാൻ റിമൂവ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. നോക്കാം 26ാമത്തെ ക്വസ്റ്റ്യന്. താപം ഒരു ഊർജ രൂപമാണ് അല്ലെ. താപം ഒരു ഊർജ രൂപമാണെന്ന് കണ്ടെത്തിയത് ആരാണ് താപം ഒരു ഊർജ രൂപമാണ് കണ്ടെത്തിയത്? ഡിസ്കവേർഡ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. താപം എന്ന് പറയുന്ന ഊർജ രൂപമാണെന്ന് കണ്ടെത്തിയത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണോ, ഫാരൻഹീറ്റ് ആണോ, മൈക്കൽ ഫാരഡെ ആണോ, ഡി എഡിസൺ ആണോ? 26ാമത്തെ ക്വസ്റ്റ്യന് ഉത്തരം എ ആണ്, ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. താപം ഒരു ഊർജ രൂപമാണെന്ന് കണ്ടെത്തിയത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന ശാസ്ത്രജ്ഞനാണ്. താപം ഒരു ഊർജ രൂപമാണെന്ന് കണ്ടെത്തിയത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന ശാസ്ത്രജ്ഞനാണ്. 27ാമത്തത്, മെർക്കുറി തെർമോമീറ്റർ കണ്ടെത്തിയത്. നമുക്കറിയാം പണ്ടത്തെ കാലത്തെ തെർമോമീറ്ററിൽ അതിനുള്ളിൽ മെർക്കുറി എന്ന ലോഹം അല്ലെ അറിയാം. ദ്രാവക രൂപത്തിലുള്ള ലോഹമാണ് മെർക്കുറി. നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അല്ലെ. ദ്രാവക രൂപത്തിലുള്ള വെള്ളത്തിന്റെ രൂപത്തിലുള്ള ലായനി രൂപത്തിലുള്ള ഒരു ലിക്വിഡ് ആണ് മെർക്കുറി എന്ന് പറയുന്നത്. ഈ മെർക്കുറി തെർമോമീറ്റർ കണ്ടെത്തിയത് ജൂൾ ആണോ, ന്യൂട്ടൺ ആണോ, സെൽഷ്യസ് ആണോ, ഫാരൻഹീറ്റ് ആണോ? 27ാമത്തെ ക്വസ്റ്റ്യന് മെർക്കുറി തെർമോമീറ്റർ കണ്ടെത്തിയത് ഫാരൻഹീറ്റ് ആണ് കേട്ടോ. നോക്കാം 28ാമത്തെ ക്വസ്റ്റ്യന്. താപം കടത്തിവിടാത്ത വസ്തുക്കൾ, മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് ട്രാൻസ്മിറ്റ്. താപം കടത്തിവിടാത്ത വസ്തുക്കൾ ഗുഡ് കണ്ടക്ടേഴ്സ് ആണോ, പ്യുവർ കണ്ടക്ടേഴ്സ് ആണോ, ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആണോ, നോൺ ഓഫ് ദിസ് ആണ്? താപം കടത്തിവിടാത്ത വസ്തുക്കൾ ഏതാണ്? കുജാലകങ്ങളാണ്. താപം കടത്തിവിടാത്ത വസ്തുക്കള് ബി കുജാലകമാണ്. കുജാലകം അതായത് പ്യുവർ കണ്ടക്ടേഴ്സ്. ഭൂമിയിലെ 29ാമത്തെ ക്വസ്റ്റ്യന്. മോസ്റ്റ് ഫ്രം ദ സൺ ദ എർത്ത്സ് മെയിൻ സോഴ്സ് ഓഫ് എനർജി. അതായത് ഭൂമിയിലെ ഊർജത്തിന്റെ പ്രധാന സ്രോതസ്സായ സൂര്യനിൽ നിന്ന് ഏറ്റവും അധികം താപം ഭൂമിയിലെത്തുന്നത് സംവഹനം വഴിയാണോ, വികിരണം വഴിയാണോ, ചാലനം വഴിയാണോ? റേഡിയേഷൻ. റേഡിയേഷൻ നമുക്ക് നേരത്തെ പറഞ്ഞു തന്നെ അല്ലെ. നേരത്തെ പറഞ്ഞു തന്നെയാണ്. അതായത് സൂര്യനിൽ നിന്ന് താപം ഭൂമിയിൽ എത്തുന്നത് റേഡിയേഷൻ വഴിയാണ്. നേരത്തെ പറഞ്ഞാണ് അല്ലെ. ഒരു മാധ്യമത്തിന്റെ സഹായമില്ലാതെയാണ് സൂര്യനിൽ നിന്നും താപം ഭൂമിയിൽ എത്തുന്നത്. അപ്പൊ ഒരു മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ എത്തുന്നത് എന്താണ്? റേഡിയേഷൻ ആണ്, വികിരണമാണ്. ഓക്കെ, അടുത്തത്. രാത്രി സമയത്ത് കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. ഇതിന് കാരണം എന്താണ്? The land breeze wind that blows from the land to the sea. What is the reason? The land breeze is the wind that blows from the land to the sea during the night. What is the reason?
അതായത് രാത്രി സമയത്ത് കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. ഇതിന് കാരണം എന്താണ്? കരക്കാറ്റിന് കാരണം എന്താണ്? ഓപ്ഷൻ എ കരയിലെ വായുവിന് പ്രഷർ കുറവായതുകൊണ്ട്. ഓപ്ഷൻ ബി കടലിലെ ഉപരിതലത്തിലെ വായുവിന് മർദ്ദം കൂടുതലായതുകൊണ്ട്. ഓപ്ഷൻ സി കരയിലെ വായുവിന് പ്രഷർ കൂടുതലായതുകൊണ്ട്. ഓപ്ഷൻ ഡി കരയിലേക്കും കടലിലേക്കും വായു പകൽ പ്രഷർ കുറവായിരിക്കും. വായു പകലിൽ പ്രഷർ കുറവായതുകൊണ്ട്. 30ാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻ സി ആണ് ഉത്തരം. കരയിലെ വായുവിന് മർദ്ദം കൂടുതലായതുകൊണ്ട്. കരയിലെ വായുവിന് മർദ്ദം കൂടുതലായതുകൊണ്ട് അതെന്താവും? മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് സഞ്ചരിക്കും അല്ലെ. ഓപ്ഷൻ സി ആണ് ഉത്തരം. എയർ പ്രഷർ ഓവർ ലാൻഡ് ഈസ് ഹയർ അല്ലെ. കരയിലെ പ്രഷർ വായുവിന്റെ മർദ്ദം കൂടുതലായതുകൊണ്ട്. വായു മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ നമ്മൾ കരക്കാറ്റും കടൽക്കാറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കടൽക്കാറ്റും അതുമാതിരി തന്നെ ആവും. കടൽക്കാറ്റ് അവിടെ എയർ പ്രഷർ കൂടുതലാകുമ്പോ പകൽ സമയത്ത് കടലിൽ എയറിന്റെ പ്രഷർ കൂടുതലാവുമ്പോ എന്താവും? കരയിലേക്ക് വരും. ഓക്കെ. രാത്രി സമയത്ത് കരയിലെ വായുവിന്റെ മർദ്ദം കൂടുതലായതുകൊണ്ട് കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശും. ഇതാണ് കരക്കാറ്റ് പഠിച്ചിട്ടുണ്ടായി നമ്മള്. ഓക്കെ. അപ്പൊ ഉത്തരം സി ആണ്. എയർ പ്രഷർ ഓവർ ലാൻഡ് ഈസ് ഹയർ. കരയിലെ എയർ പ്രഷർ വായുമർദ്ദം കൂടുതലായതുകൊണ്ട്. 31ാമത്തെ ക്വസ്റ്റ്യൻ. എ സിൽവർ പ്ലേറ്റഡ് തെർമോഫ്ലാസ്ക്. തെർമോഫ്ലാസ്കിൽ സിൽവർ പൂശിയിരിക്കുന്നത് എന്തിനാണ്? തെർമോഫ്ലാസ്കില് നമുക്കറിയാം നമ്മളെ ഫ്ലാസ്കിലൊക്കെ സിൽവർ കളർ ഉണ്ടാവും അല്ലെ. ഏകദേശം ഫ്ലാസ്ക് ഒക്കെ സിൽവർ കളർ ആയിരിക്കും. എന്തുകൊണ്ടാണ് തെർമോഫ്ലാസ്കില് സിൽവർ കളർ പൂശിയിരിക്കുന്നത്? ഒന്നാമത്തത് ചാലനം വഴിയുള്ള താപനഷ്ടം തടയേണ്ടതിന്. സംവഹനം വഴിയുള്ള താപനഷ്ടം തടയേണ്ടത്. സി വികിരണം വഴിയുള്ള താപനഷ്ടം തടയുന്നതിന്. ഡി സംസാരിക്കണ ആരാ? ഏയ് മ്യൂട്ട് വെക്കാൻ പറയാം. ഒരു മിനിറ്റ് ഞാനൊന്ന് നോട്ടെ. ഓക്കെ. മ്യൂട്ടാക്കിയോ? എപ്പോ റിമൂവ് ചെയ്യും ഞാന്. മ്യൂട്ടാക്കിയണോ? ചാറ്റിങ് ആരാ മ്യൂട്ടാക്ക? സംസാരിക്കണ ആരാ അവിടെ? ഞാൻ ക്ലാസ് തുടങ്ങണമെങ്കിൽ സംസാരിക്കാതെ ഞാൻ ക്ലാസ് തുടങ്ങുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. കാണില്ലേ? സ്ക്രീൻ കാണില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. തെർമോഫ്ലാസ്ക് നമുക്കറിയാം. തെർമോഫ്ലാസ്കില് ഏകദേശം എല്ലാ തെർമോഫ്ലാസ്കും സിൽവർ കളർ ആയിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തെർമോഫ്ലാസ്കില് സിൽവർ കളർ പൂശിക്കണത് എന്തിനാണ്? 31ാമത്തെ ക്വസ്റ്റ്യന്. തെർമോഫ്ലാസ്കില് സിൽവർ കളർ പൂശിക്കണത് ചാലനം വഴി താപനഷ്ടം തടയാനാണോ? സംവഹനം വഴിയുള്ള താപനഷ്ടം തടയാനാണോ? വികിരണം വഴിയുള്ള താപനഷ്ടം തടയാനാണോ? ബാഷ്പീകരണം നടക്കാതിരിക്കാനാണോ? നോക്കാം. എ സിൽവർ പ്ലേറ്റഡ് തെർമോഫ്ലാസ്ക് എന്തിനാ? ടു പ്രിവെന്റ് ഹീറ്റ് ലോസ് ബൈ കണ്ടക്ഷൻ, to prevent heat loss by convection, to prevent heat radiation, to prevent evaporation. To prevent heat loss by radiation. To prevent heat loss by radiation. Radiation വഴി താപം പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയാണ് തെർമോഫ്ലാസ്കില് സിൽവർ പൂശിക്കുന്നത്. അപ്പോ തെർമോഫ്ലാസ്ക് സിൽവർ പൂശിക്കുന്നതിനാണ് ടു പ്രിവെന്റ് ഹീറ്റ് ലോസ് ബൈ റേഡിയേഷൻ. റേഡിയേഷൻ വഴി വികിരണം വഴി താപനഷ്ടം സംഭവിക്കാതിരിക്കാനാണ് തെർമോഫ്ലാസ്കിൽ സിൽവർ പൂശിയിട്ടുള്ളത്. 32ാമത്തെ ക്വസ്റ്റ്യൻ. ഡോണ്ട് പുട്ട് എ ഗ്ലാസ് ബോട്ടിൽ ഫുൾ ഓഫ് വാട്ടർ ഇൻ ദ ഫ്രീസർ. വൈ? അല്ലെ. മുഴുവൻ വെള്ളം നിറച്ച ഒരു ബോട്ടിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഫ്രീസറിൽ വെക്കാൻ പാടില്ല. ഒരു മുഴുവൻ നിറയെ ജലം നിറച്ച ഫ്രീസറിൽ ഒരു പൊട്ടുന്ന കുപ്പി അല്ലെ, പൊട്ടുന്ന കുപ്പി മുഴുവൻ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ അതെന്ന് സംഭവിക്കുക? കുപ്പി പൊട്ടുക ചെയ്യുക. ജലം നിറക്കാൻ കൂടുതൽ സമയം വേണ്ടി വരുന്നതാണോ? ഐസാകുമ്പോൾ ജലത്തിന്റെ വ്യാപ്തം കൂടി കുപ്പി പൊട്ടുന്നു എന്നാണോ? അതാണ് 32ാമത്തെ ക്വസ്റ്റ്യന്. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഐസാകുമ്പോ ജലത്തിന്റെ വ്യാപ്തം കൂടും. വ്യാപ്തം കൂടും. ജലത്തിന്റെ വ്യാപ്തം കൂടും. അപ്പൊ എന്താവുക? കുപ്പി പൊട്ടുകയാണ് ചെയ്യുക.
വ്യാപ്തം കൂടും കുപ്പി പൊട്ടും. ഓക്കെ, വ്യാപ്തം കൂടും കുപ്പി പൊട്ടും. ഐസ് ആകുമ്പോ ജലത്തിന്റെ വ്യാപ്തം കൂടി കുപ്പി പൊട്ടുന്നു. When it freezes, the volume of water increases. Volume of water increases. The volume of water increases. 33ാമത്തെ ക്വസ്റ്റ്യന്, വേനൽക്കാലത്ത് ഇലക്ട്രിക് പോസ്റ്റിലെ കമ്പികൾ അയഞ്ഞ് തൂങ്ങിക്കിടക്കുന്നു. നമ്മൾ പറഞ്ഞില്ലേ, വേനൽക്കാലത്ത് ഇലക്ട്രിക് പോസ്റ്റിലെ കമ്പികൾ അയഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. ഇതിന് കാരണം, ഇൻ സമ്മർ ദ വയേഴ്സ് ഓഫ് ദ ഇലക്ട്രിക് പോസ്റ്റ് ഹാങ് ലൂസ്ലി. ദിസ് ഈസ് ദ റീസൺ. വാട്ട് ഈസ് ദ റീസൺ? വേനൽക്കാലത്ത് ഇലക്ട്രിക് പോസ്റ്റിലെ കമ്പികൾ അയഞ്ഞു തൂങ്ങിക്കിടക്കാനുള്ള കാരണം, ഓപ്ഷൻ എ, ഡ്യൂ ടു മോർ കറന്റ് ഫ്ലോ, കൂടുതൽ കറന്റ് വൈദ്യുതി പ്രവാഹം ഉണ്ടായത് കൊണ്ടാണ്. ബി, ആസ് ദ വോൾട്ടേജ് ഈസ് ലോ, വോൾട്ടേജ് കുറവായത് കൊണ്ടാണ്. സി, ദ വയർ എക്സ്പീരിയൻസ് ലോസ് ഓഫ് ഫോഴ്സ്, കമ്പിക്ക് ബലക്ഷയം സംഭവിച്ചുകൊണ്ടാണ്. ഓപ്ഷൻ ഡി, ഡ്യൂ ടു ഹീറ്റ് ഷോക്ക് എക്സ്പാൻഷൻ, ചൂട് തട്ടി വികസിക്കുന്നത് കൊണ്ടാണ്. ഓപ്ഷൻ ഡി ആണ്, ചൂട് തട്ടി വികസിക്കുന്നതുകൊണ്ടാണ്. നമുക്കറിയാം, ചൂട് തട്ടിയാല് ഖരാണെങ്കിലും ദ്രാവകമാണെങ്കിലും വാതകമാണെങ്കിലും എന്ത് സംഭവിക്കും? അവിടെ എക്സ്പാൻഷൻ സംഭവിക്കും, അല്ലെ? വികസനം സംഭവിക്കും. 34ാമത്തെ ക്വസ്റ്റ്യന്, പെട്ടെന്ന് താപം കടത്തിവിടുന്നതിന്റെ അടിസ്ഥാനത്തില് ലോഹങ്ങളെ ക്രമമായി എഴുതിയിരിക്കുന്നു. ഏതാണ് ശരി? വെള്ളി, ചെമ്പ്, സ്വർണം. ഇരുമ്പ്, സ്വർണം, അലുമിനിയം. നിക്കല്, ചെമ്പ്, ഇരുമ്പ്. സ്വർണം, വെള്ളി, ചെമ്പ്. 34, ഉത്തരം എ ആണ്. ഏറ്റവും കൂടുതൽ താപം കടത്തിവിടുക സിൽവറിലാണ്. ഏറ്റവും കൂടുതൽ താപം കടത്തിവിടുകയിലാണ് സിൽവറിലൂടെയാണ്. പിന്നെ ചെമ്പ്, കോപ്പറിലൂടെ, അല്ലെ? സിൽവർ, കോപ്പർ, ഗോൾഡ്. 34ാമത്തെ ക്വസ്റ്റ്യന്, സിൽവർ, കോപ്പർ, ഗോൾഡ്. ആദ്യം ഈ സിൽവർ, കോപ്പർ, ഗോൾഡ്, അയൺ, അലുമിനിയം, നിക്കല്, ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ലോഹങ്ങളില് ഏറ്റവും കൂടുതൽ താപം കടത്തിവിടുക സിൽവറിലൂടെയാണ് കേട്ടോ. സിൽവർ, അത് കറണ്ട് കടത്തിവിടുക സിൽവറിലൂടെയാണ്. കറണ്ട് ആണെങ്കിലും താപമാണെങ്കിലും, സംസാരിക്കണ ആരാ? കറണ്ട് ആണെങ്കിലും ചൂടാണെങ്കിലും ഏറ്റവും കൂടുതൽ കടത്തിവിടുക സിൽവർ ആണ്. പിന്നെ എന്തുകൊണ്ടാണ് സിൽവർ നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ കറണ്ട് കമ്പികളിലോ സിൽവർ ഉപയോഗിക്കാത്ത എന്തുകൊണ്ടാണ്? നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ വയറിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ചെമ്പ് കമ്പി ഉണ്ടാവും, അല്ലെ? കോപ്പർ അല്ലേ? എന്തുകൊണ്ടാണ് സിൽവർ ഉപയോഗിക്കാത്ത? എന്തുകൊണ്ടാ? അതിന് വില കൂടുതലല്ലേ? യെസ്, അതിനെന്താണ്? വില കൂടുതലായതുകൊണ്ട്. സിൽവറിന് എന്താണ്? നല്ല വിലയാണ്, അല്ലേ? അപ്പൊ നമ്മുടെ വീട്ടിലെ വയറൊക്കെ മോഷിച്ചുണ്ടാവും, അല്ലെ? അപ്പൊ വില കുറവായത് കോപ്പറാണ്, ചെമ്പാണ്. അതുകൊണ്ടാണ് കോപ്പർ വയർ ഉപയോഗിച്ചത്. അപ്പൊ ശരിക്കും സിൽവർ ആണ് ഏറ്റവും കൂടുതൽ താപം കറണ്ടൊക്കെ കടത്തിവിടുക. ഓക്കെ, അപ്പൊ സിൽവർ ആണ്, പിന്നെയാണ് കോപ്പർ, പിന്നെയാണ് ഗോൾഡ് കേട്ടോ. ഇനി നോക്കുക, ആൻ അയൺ ബാൾ അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ്. നോക്കുക, അതായത് 40 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള ഒരു ഇരുമ്പ് ബോള് 60 ഡിഗ്രി താപനിലയുള്ള വെള്ളത്തിൽ മുക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ഒന്ന്, ഇരുമ്പ് ബോളിന്റെ താപം വെള്ളത്തിലേക്ക് കടക്കുന്നു, വെള്ളത്തിന്റെ താപം ഇരുമ്പ് ബോളിലേക്ക് പ്രസരിക്കുന്നു. രണ്ടിന്റെ താപനില കൂടുന്നു. ബോളിൽ നിന്ന് വെള്ളത്തിലേക്കോ വെള്ളത്തിൽ നിന്ന് ബോളിലേക്കോ പ്രസരിക്കുന്നില്ല. 35ാമത്തെ ക്വസ്റ്റ്യന് ഉത്തരം ബി ആണ്. എന്താണ്? വെള്ളത്തിന്റെ താപം ഇരുമ്പ് ബോളിലേക്ക് പ്രസരിക്കുകയാണ് ചെയ്യുക. 40 ഡിഗ്രി താപനില ഇരുമ്പ് ബോള് 60 ഡിഗ്രി താപനില വെള്ളത്തിൽ മുക്കുമ്പോ വെള്ളത്തിന്റെ താപമല്ലേ കൂടുതല്? അതുകൊണ്ട് താപം കൂടിയ സ്ഥലത്ത് കുറഞ്ഞ സ്ഥലത്തേക്ക് സഞ്ചരിക്കുക താപം, അല്ലേ? താപം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കല്ലേ താപം സഞ്ചരിക്കുക. അതുകൊണ്ട് വെള്ളത്തെ താപം ഇരുമ്പ് ബോളിലേക്ക് പോകൂലേ? അപ്പൊ ഉത്തരം പ്രസരിക്കണം, സഞ്ചരിക്കുക കേട്ടോ, വ്യാപിക്കുക. 35 ബി ആണ് ഉത്തരം. വെള്ളത്തിന്റെ താപം ഇരുമ്പ് ബോളിലേക്ക് പ്രസരിക്കുന്നു. ഇനി പിന്നെ ഉത്തരം ബി ആണ്. ദ ഹീറ്റ് ഓഫ് ദ വാട്ടർ റേഡിയേറ്റ്സ് ടു ദ അയൺ ബാൾ. ഹീറ്റ് ഓഫ് ദ വാട്ടർ റേഡിയേറ്റ്സ് ടു ദ അയൺ ബാൾ. 36ാമത്തെ ക്വസ്റ്റ്യൻ, ടു ദ ടോപ്പ് ഓഫ് സ്പൂൺ ഡിപ്ഡ് ഇൻ ഐസ്ക്രീം ഇൻ എ കപ്പ്. അതായത് നോക്ക, ഒരു കപ്പിലെ ഐസ്ക്രീമിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന സ്പൂണിന്റെ മുകൾ ഭാഗത്തേക്ക് ചാലനം മുഖേന താപം പ്രവഹിക്കും, സംവഹനം മുഖേന തണുപ്പ് പ്രവഹിക്കും, വികിരണമായി തണുപ്പ് പ്രവഹിക്കും,
മുകൾ ഭാഗത്ത് താപവ്യത്യാസം അനുഭവപ്പെടുന്നില്ല. 36ാമത്തെ ക്വസ്റ്റ്യന് ഉത്തരം ഡി ആണ്. മുകൾ ഭാഗത്ത് താപവ്യത്യാസം അനുഭവപ്പെടുന്നില്ല. ഒരു കപ്പിലെ ഐസ്ക്രീമിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന സ്പൂണിന്റെ മുകൾ ഭാഗത്ത് എന്ത് സംഭവിക്കൂല? നമുക്കറിയാം. അപ്പൊ ഒരു ഗ്ലാസ്സിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചാലേ തണുത്ത വെള്ളം ഏത് വരെയാണ് ഉള്ളത് അതുവരെ നമുക്ക് തണുപ്പ് അനുഭവപ്പെടുള്ളൂ അല്ലെ? അതിന്റെ മുകൾക്ക് തണുപ്പ് കിട്ടുമോ? ആടെ ചാറ്റ് ചെയ്യണേ റിമൂവ് ചെയ്തോളി. ചെയ്യണ്ടേ? ഞാൻ അവിടെ ഞാൻ ചാറ്റ് ചെയ്യണാരാണ്? കീർത്തന, ശ്രീദേവി, നാജിയ, സുഫിയാന്, ഫുവാദ്. ചാറ്റ് ചെയ്യല്ലേ കേട്ടോ. ചാറ്റ് ചെയ്യണ റിമൂവ് ചെയ്യും ഞാന്. ഓക്കെ. അതായത് നമുക്കറിയാം തണുപ്പ് എന്താവൂല, മുകൾക്ക് സഞ്ചരിക്കൂല അല്ലെ? തണുപ്പ് സഞ്ചരിക്കണ്ടോ? ഇല്ല. അപ്പൊ നമുക്കറിയാം ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലേ ഗ്ലാസ് പകുതി ഞാൻ തണുത്ത വെള്ളം ഒഴിച്ചു, അതിന്റെ മുകൾക്ക് ചൂട് വരും, അതിന്റെ മുകൾക്ക് തണുപ്പ് വരുമോ? മുകൾക്ക് തണുപ്പ് വരുമോ? ഇല്ല. പക്ഷെ ചൂടാകുമ്പോ മുകൾക്ക് ചൂട് വരും അല്ലെ? തണുപ്പാകുമ്പോ എന്താവൂല, അത് വരൂല. അപ്പൊ ഒരു കപ്പിൽ ഐസ്ക്രീമിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന സ്പൂണിന്റെ മുകൾ ഭാഗത്തേക്ക് താപ വ്യത്യാസമൊന്നും അനുഭവപ്പെടുകയില്ല. Dipped in ice cream in a difference is copper plating on the steel cookware. പാത്രങ്ങളുടെ അടിഭാഗത്ത് ചെറുപൂശൻ എന്താണ്? ഈ പാത്രത്തിന്റെ അടിഭാഗം എന്താണ്? നിൽക്കാൻ വേണ്ടിയാണോ? ഒരു മിനിറ്റ് ഇപ്പൊ വരും കേട്ടോ. ഓക്കെ. സ്റ്റീൽ പാത്രങ്ങളുടെ അടിഭാഗത്ത് ചെമ്പ് പൂശുന്നത്, കോപ്പർ പൂശുന്നത് എന്തിനാണ്? കൂടുതൽ കാലം നിലനിൽക്കാൻ വേണ്ടിയാണോ? അതേപോലെ പാത്രത്തിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയാണോ? പെട്ടെന്ന് വൃത്തിയാക്കാൻ വേണ്ടിയാണോ? ചെമ്പ് സ്റ്റീലിനേക്കാൾ നല്ല താപചാലകമായത് കൊണ്ടാണോ? എന്തിനറിയോ? ഓപ്ഷൻ ബി ആണ്. ചെമ്പ് സ്റ്റീലിനേക്കാൾ താപം കടത്തിവിടും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചൂടാവും. നമുക്ക് പെട്ടെന്ന് ചൂടാവല്ലേ വേണ്ടത്? എന്തെങ്കിലും വേവിക്കാൻ വെച്ചാല് പെട്ടെന്ന് ചൂടാവാൻ വേണ്ടല്ലേ? താപചാലകം, താപം പെട്ടെന്ന് കടത്തിവിടുന്നതാണ്. ഓക്കെ. ചിത്രത്തിൽ കാണുന്ന കുപ്പി വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ, ഈ കുപ്പി വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ കുപ്പി പൊട്ടുകയാണോ ചെയ്യുക? ഈ കുപ്പി കണ്ടോ? മഷിത്തുള്ളി, റബ്ബർ അടപ്പ്, റീഫില്ല്, ഇഞ്ചക്ഷൻ ബോട്ടില്, വായു ഇതൊക്കെ അടങ്ങിയൊരു കുപ്പി. ഈ കുപ്പി വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ എന്ത് സംഭവിക്കുക? കുപ്പി പൊട്ടുക ചെയ്യുക? മഷിത്തുള്ളി കട്ട പിടിക്കുകയാണോ ചെയ്യുക? മഷിത്തുള്ളി ഉയർന്നു പൊങ്ങാണോ ചെയ്യുക? മഷിത്തുള്ളി താഴെയാണോ ചെയ്യുക? 38ാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻ ഡി ആണ്. മഷിത്തുള്ളി താഴെയാണ് ചെയ്യുക കേട്ടോ. മഷിത്തുള്ളി, റബ്ബർ അടപ്പ്, റീഫില്ല്, ഇഞ്ചക്ഷൻ ബോട്ടിൽ, വായു കണ്ടത്ത് ഇറക്കി വെച്ചാൽ എന്താ സംഭവിക്കുക? മഷിത്തുള്ളി എന്താവും? അതിലേക്ക് ഇറങ്ങും. മഷിത്തുള്ളി കുപ്പിയിലേക്ക് ഇറങ്ങും. മ്യൂട്ട് ചെയ്യാത്താരാ? ദേവകൃഷ്ണ, ആദി ദേവകൃഷ്ണ എന്താ മ്യൂട്ട് ചെയ്യാത്തേ? ഓക്കെ, മ്യൂട്ട് ചെയ്യട്ടോ. അടുത്ത ക്വസ്റ്റ്യന് 38ാമത്തെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഇങ്ക് ഡ്രോപ്പ് ഫാൾസ്. മഷിത്തുള്ളി താഴേക്ക്, മഷിത്തുള്ളി ജലത്തിലേക്ക് ചാടും എന്നുള്ളതാണ് കേട്ടോ. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ആൻ അയൺ സ്ഫിയർ അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ് ഡ്രോപ്ഡ് ഇൻ ടു വാട്ടർ അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ്, വാട്ട് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ വിൽ ബി പ്രൊഡ്യൂസ്ഡ്? അതായത് 40 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള ജലത്തിലേക്ക് 40 ഡിഗ്രി താപനിലയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ?
ഇരുമ്പുകണം തിളക്കാണോ ചെയ്യുക, ജലം തിളക്കാണോ ചെയ്യുക, ഗോളത്തിന്റെ താപനില ഉയരാണ് ചെയ്യുക, തണ്ടിന്റെ താപനില വ്യത്യാസം വരുന്നില്ല. വ്യത്യാസം ഉണ്ടാവോ? ഇല്ല, രണ്ടിനെയും താപനില വ്യത്യാസം ഉണ്ടാവില്ല. 40 ഡിഗ്രി താപനിലയുള്ള ജലത്തിലേക്ക് 40 ഡിഗ്രി സെൽഷ്യസ് താപനില ഇരുമ്പ് ഗോളം താഴ്ത്തിയാല് രണ്ടിന്റെയും താപനിലയിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചിത്രം നോക്കുക. കയ്യിലേക്ക് ചൂടെത്തുന്നത് എങ്ങനെയൊക്കെയാണ്? ചാലനം വഴിയാണോ? സംവഹനം വികിരണം? സംവഹനം വികിരണവും. ഏതാണ് 40ാമത്തെ ക്വസ്റ്റ്യന്? റേഡിയേഷൻ. ബോക്സ് ഔട്ട് പിക്ചർ. ഹൗ ഡസ് ദ ഹീറ്റ് റീച്ച് ദ ഹാൻഡ്? കയ്യിലേക്ക് ചൂടെത്ത എങ്ങനെയാണ്? റേഡിയേഷൻ വഴിയാണ് അല്ലെ? നമുക്കറിയാം മെഴുകുതിരിയിൽ നിന്ന് കയ്യിലേക്ക് ചൂടെത്തുന്നതാണ് റേഡിയേഷൻ വഴിയാണ്. അപ്പൊ റേഡിയേഷൻ വഴി നമുക്കറിയാലോ, ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെ കയ്യിലേക്ക് ചൂട് വരും അല്ലെ? ഒരു മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രസരണം ചെയ്യുന്ന രീതിയാണ് റേഡിയേഷൻ. പഠിച്ചിരുന്നു അല്ലെ? ഓക്കെ, എത്രയാണ്? 40 ക്വസ്റ്റ്യൻസ് ആണെന്ന് ചർച്ച ചെയ്തത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, ചോദ്യം എന്താ പറഞ്ഞത്? ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എത്രാമത്താണ്? 33. 33ാമത്തത്. The wires of the electric post hang loosely. What is the reason? അത് വേനൽക്കാലത്ത് ഇലക്ട്രിക് പോസ്റ്റിലെ കമ്പികൾ അയഞ്ഞു തൂങ്ങിക്കിടക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ ചില സമയത്ത് കാണാം അയഞ്ഞു കിടക്കണം, ചില സമയത്ത് കാണാം ഇങ്ങനെ മുറുകി കിടക്കണം. എന്താ കാരണം പറഞ്ഞിരുന്നു അല്ലെ? എന്താ കാരണം? ചൂട് തട്ടുകയാണ് അല്ലെ? ചൂട് തട്ടുമ്പോ എന്താവും? വികസിക്കും. അപ്പൊ കമ്പികളൊക്കെ എന്താണ്? ചൂട് തട്ടുമ്പോ വികസിക്കും. അപ്പൊ അത് അയഞ്ഞു കിടക്കും. ഉണ്ടോ? ഉത്തരം ഡി ആണ്. ഇന്നലത്തെ ക്വസ്റ്റ്യനിലെ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് റേ ആൻഡ് ദ നോർമൽ എന്നുള്ളതിന്റെ ആൻസർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ? യെസ്. എന്നിട്ട് നമ്മുടെ ആൻസർ കീയില് സി ആണ് ആൻസർ തന്നേന്ന്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അത് പറഞ്ഞോ കേട്ടോ അവിടെ. ഒന്നാമത്തെ അറിയോ? എങ്ങനെ? ഒന്നാമത്തതോ? ഒന്നാമത്തത് ഊഷ്മാവ് അളക്കുന്ന ഉപകരണം ഏതാണ്? ഇൻസ്ട്രുമെന്റ് ഓഫ് മെഷർ ടെമ്പറേച്ചർ അളക്കാനുള്ള ഉപകരണം ബി തെർമോമീറ്റർ കേട്ടോ. ഓക്കെ. സാറ് 38ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞുതരോ? 31. ക്ലാസ് കഴിഞ്ഞില്ലേ സാറേ? ക്ലാസ് കഴിഞ്ഞു. 31. തെർമോഫ്ലാസ്ക് സിൽവർ പൂശിക്കണം എന്തിനാണ്? തെർമോഫ്ലാസ്കില് സിൽവർ അടിച്ചിടണം എന്തിനാണ്? എന്താണ്? വികിരണം വഴിയുള്ള താപനഷ്ടം തടയുന്നത് കേട്ടോ. റേഡിയേഷൻ വഴിയുള്ള താപനഷ്ടം തടയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. എന്ത്? എന്ത്? 37. 37 സ്റ്റീൽ പാചക അടിഭാഗത്ത് ചെമ്പ് പൂശണം എന്തിനാണ്? ഡി, ചെമ്പ് സ്റ്റീലിനേക്കാൾ നല്ല താപചാലകമാണ്. താപം നല്ലോണം കടത്തിവിടും സ്റ്റീലിനേക്കാള്. അതുകൊണ്ടാണ് ചെമ്പ് പൂശണത്. കൺവെക്ഷൻ എന്താണെന്ന് പറഞ്ഞുതരുമോ? 34 എന്താ? കൺവെക്ഷനോ? ഡൗട്ടില്ലാത്ത പോട്ടെ. എന്താ വെച്ച് കൺവെക്ഷൻ സംഭാവന നമ്മള് ഒരു മിനിറ്റ്, ഞാൻ ഇതിൽ വിട്ടിട്ടുണ്ടായിരുന്നു. എന്നെ കഴിഞ്ഞ ക്ലാസ്സിലല്ലേ, കഴിഞ്ഞ ക്ലാസ്സില് ആൻസർ വിട്ടു കേട്ടോ. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രസരണ രീതി. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രസരണ രീതിയാണ് സംവഹനം. ഓക്കെ. ഓക്കെ സർ. ഓക്കെ.
മുപ്പത്തിനാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു. എന്നാ ഓക്കെ എല്ലാവരും എന്നാ ഓക്കെ നീ പറഞ്ഞില്ലല്ലോ. ഇല്ല. ഓക്കെ ബൈ. ബൈ. താങ്ക് യു സർ. താങ്ക് യു Okay. സാർ. ഓക്കെ Thank you, sir. താങ്ക് യു. Thank you, sir.